ഹലോ യൂട്യൂബ്, വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ എടുത്തേക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ഗോർല 450 ആണ്. സോ നിങ്ങൾ പലരും അറിഞ്ഞാണ് നമ്മുടെ ഗോർല 450ക്ക് ചെറിയൊരു അപ്ഡേറ്റിംഗ് ആണെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ് പുതിയൊരു കളർ ആൻഡ് പുതിയൊരു വേരിയൻറ്റ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ബിഗ് താങ്ക്സ് ടു കൈസ മോട്ടേഴ്സ് വൈറ്റ്ല. അവരാണ് ഒരു വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബിഗ് താങ്ക്സ് ടു ദം. സോ എന്തായാലും ഇൻക്വയറീസോ ഫിനാൻസ് ഡീറ്റെയിൽസോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഫോൺ നമ്പേഴ്സ് താഴെ കൊടുത്തേക്കാം, നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് പുതിയ ഗോർല 450യുടെ എയ്പെക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. പേടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയുള്ള വേരിയൻറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് വണ്ടിക്ക് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. കുറച്ചൊന്ന് എടുത്തു പറഞ്ഞാണ്, കാരണം ഒരുപാടൊന്നുമില്ല. പുതിയൊരു വേരിയൻറ്റ് മാറ്റി കഴിഞ്ഞാൽ എഞ്ചിനൊക്കെ മോറോലെസ് സെയിം ആണ്, അതിനകത്തേക്ക് വരാം. പ്രീവിയസ്ലി നമുക്ക് ഗോർല 450 3 വേരിയൻറ്റിൽ അവൈലബിൾ ആയിരുന്നു. അനലോഗ്, ഡാഷ് ഫ്ലാഷ് ഓൾമോസ്റ്റ് ഏറെക്കുറെ സെയിം ആണ്, കളർ വൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ ഒരു ഡാഷ് കാണിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നത് ഡാഷ് വേരിയൻ്റ് ആണ്. പഴയ ഒരു പ്ലായ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. ഡാഷിൻ്റെ ഇതൊക്കെ നിർത്തി നമുക്ക് അതിനകത്ത് അനലോഗിൽ വന്നുകൊണ്ടിരുന്നത് ഒരു അനലോഗ് മീറ്റർ ആയിരുന്നു. നമ്മുടെ ഈ ഒരു സൂപ്പർ മീറ്ററിലൊക്കെ കാണുന്നില്ലേ, ആ ഒരു മീറ്ററായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഡാഷിലും ഫ്ലാഷിലാവട്ടെ നമുക്ക് ഈ ഒരു TFT വന്നുകൊണ്ടിരുന്നു. അനലോഗിൽ പ്രീവിയസ്ലി എനിക്ക് ഒറ്റ കളർ, 2 കളറിന് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു അനലോഗ് എന്ന് പറഞ്ഞാൽ അവർ കംപ്ലീറ്റ് നിർത്തി. അതിന് പകരം ഇറക്കിയൊരുക്കാണ് നിലവിൽ എയ്പെക്സ് എന്ന് പറയുന്നത്. നിലവിൽ എന്ന് പറയാൻ കാരണം എയ്പെക്സ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻട്രൊഡക്ടറി പ്രൈസിലാണ്. ഈ റെഡ് കളർ നമുക്ക് 2.49 എക്സ്ഷോറൂമിൽ കിട്ടും. അതായത് ഓൺ റോഡ് ഏകദേശം 3,22,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അത് കൂടാണ്ട് തന്നെ എയ്പെക്സിന് തന്നെ 2 അഡീഷണൽ കളർ വരുന്നുണ്ട്. എയ്പെക്സ് ബ്ലാക്ക് ആൻഡ് എയ്പെക്സ് ഗ്രീൻ. ബ്ലാക്ക് എന്ന് പറയുമെങ്കിലും അത് ഏറെക്കുറെ സിൽവർ കളറാണ്. സിൽവർ ഒരു ഗോൾഡിഷ് കളറാണ് ആ ഒരു വണ്ടിക്ക് വരുന്നത്. ഓക്കെ, അതിന് ഏകദേശം 3.30 3.40 അതിനെന്തോ അടുത്ത് പ്രൈസ് അതിന് വരുന്നുണ്ട്. ഈ 3 വണ്ടി ഇപ്പം ഇൻട്രൊഡക്ടറി പ്രൈസിലാണ് കിടക്കുന്നത്. അതാണ് ഞാൻ അനലോഗിന് പകരം എന്ന് ഉറപ്പിച്ച് പറയാത്ത. കാരണം ചിലപ്പോൾ ഇത് മേളിൽ പോയേക്കാം, മേളിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഡാഷിൻ്റെ ഫ്ലാഷിൻ്റെ മേളിൽ പോയേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഡാഷിന് അഡീഷണൽ ഒരു കളർ വന്നിട്ടുണ്ട്. ട്വിലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഡാർക്കിഷ് ബ്ലൂ ആയിട്ടൊരു ഷെയ്ഡും വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ ഒരു വേരിയൻറ്റ് നമുക്ക് നക്കിൾ ഗാർഡ്, പിന്നെ ഹെഡ്ലൈറ്റ് ഗ്രില്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കുറേ കളേഴ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫ്ലാഷ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ബ്രാവ ബ്ലൂ എന്ന് പറഞ്ഞ കളർ മാത്രമേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി കളേഴ്സൊക്കെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഒരു യെല്ലോ, പേർപ്പിൾ കളർ ഉണ്ടായിരുന്നേ, അതൊക്കെ ഏറെക്കുറെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആകെ ഒരു കളർ മാത്രമേ ഇപ്പോൾ ഫ്ലാഷിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ഡാഷ് എടുക്കുകയാണെങ്കിൽ 4 കളേഴ്സ് അവൈലബിൾ ആണ്. പഴയ ഇരുന്ന വെച്ചാൽ സ്മോക്ക് സിൽവർ, ഷാഡോ ഗ്രീനോ, അത് പിന്നെ ബ്രോൺസ്, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് കൂടാണ്ട് ട്വിലൈറ്റ് ബ്ലൂ എന്നൊരു കളറും കൂടി അഡീഷണൽ വന്നിട്ടുണ്ട്. സോ ഈ വണ്ടിയും തന്നെ പറഞ്ഞു തുടങ്ങാം. ഇതാണ് ബേസ് വേരിയൻറ്റ്. കാണാനോ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കളർ എടുത്ത് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. റെഡ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ശരിക്കും തെറിച്ചിരിക്കുകയാണ്. നമ്മുടെ 100-350യുടെ റെഡിൽ അതിനേലും ബ്രൈറ്ററാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞാൻ ഫോട്ടോ കാണുന്നതിൽ ഇപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ രസമൊന്നും ഉണ്ടാവില്ല, ഒരു നോർമൽ ബൈക്ക് പോലെ ഇരിക്കുമെന്ന് വിചാരിച്ചു. ബട്ട് ഇൻ പേഴ്സൺ കാണാണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ബ്രൈറ്റാണ് ഈ ഒരു വണ്ടി നേരിട്ട് കാണാനായിട്ട്. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി ഫ്ലൈ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഒരു ഹെഡ്ലൈറ്റ് കൗള് എന്ന് വേണം പറയാം ഫ്ലൈ സ്ക്രീനിന് പകരം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോർല യൂസേഴ്സിന് അറിയാൻ പറ്റും, ഈ ഹെഡ്ലൈറ്റും ഈ ഒരു പീസും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ഹൈഡ് ചെയ്യാനായിരിക്കണം ഇങ്ങനെ ഒരു പീസ് കൊടുത്തേക്കുന്നത്. ഇത് അഴിച്ച് കളയാൻ പറ്റുമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. യെസ്, അഴിച്ച് കളയാൻ. ഇതുണ്ടോ, ഇങ്ങനെ ഒരു അലൻകി ഇപ്പുറത്തുണ്ട്. അത് ഊരിക്കഴിഞ്ഞാൽ ഈ പീസ് ഊരിപ്പോരും. ഹെഡ്ലൈറ്റ് ഏറെക്കുറെ സെയിം ആണ്. ഒരു പഴയ ടോർച്ചാണ്, വലിയ പ്രകാശമൊന്നുമില്ല. എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഇതിലും ബ്രൈറ്ററാണ്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു 41mm ഒരു ടെലസ്കോപ്പിക് ഫോർക്ക് കാണാം. സാഡ് നമ്മൾ ഈ ഒരു അപ്ഡേറ്റിൽ USD ഫോർക്ക് പ്രതീക്ഷിച്ചു, ബട്ട് അതൊന്നും കിട്ടിയില്ല. ഇതിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫോർക്ക് കവറില്ല, നമ്മുടെ 100-ലൊക്കെ വന്നിരുന്ന സാധനം, അതും കൂടി എടുത്തവർ കളഞ്ഞു. താഴേക്ക് നോക്കുകയാണെങ്കിൽ സെയിം 17 ഇഞ്ച് വീൽസ് തന്നെയാണ് വരുന്നത്. ബട്ട് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടിക്ക് വേർഡസ്റ്റൈൻ്റെ സെഞ്ചുറോ ST+ എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ് വരുന്നത്. കുറച്ചും കൂടി റോഡ് ബയസ്ഡ് ടയറാണ് ഈ വണ്ടിക്ക് വരുന്നത്. പ്രീവിയസ്ലി നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞുകൂടാ, വണ്ടിക്ക് വന്നിട്ടുള്ളത് ഇത് കണ്ടോ, ബ്ലോക്ക് പാറ്റേൺ ആയിട്ടുള്ള C8ൻ്റെ XL ആണ് വന്നിട്ട് കണ്ടോ. ഈ ടയർ മാറ്റിയിട്ട് അവർ കുറച്ചും കൂടി റോഡ് ഫോക്സ്ഡ് ആയിട്ടുള്ള ടയർ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. ഇതിൻ്റെ ഒരു പാറ്റേണൊക്കെ കണ്ടിട്ട് നമ്മുടെ പിറലി മിഷലിനെ നന്നായിട്ട് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെയിം പ്രൊഫൈൽ തന്നെയാണ്, 17 ഇഞ്ച് തന്നെയാണ് 120/70 സെക്ഷൻ ടയർ തന്നെ വരുന്നത്. ഒരു സൈഡ് എഞ്ചിൻ സെയിം ആണ്, ആ സെയിം 452 ഷർപ്പ സീരീസിൽ വരുന്ന എഞ്ചിൻ. ഒരു വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു റോഡ്സ്റ്റർ ഡിസൈനാണ്. ഇതിനൊരു ക്രൂസർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു എഞ്ചിൻ തന്നെയാണ്. ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. നിങ്ങൾ ഇതൊക്കെ ഒരു ലോങ് സ്ട്രോക്ക് സ്ലോ റെവിങ് വണ്ടിയായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ യു ആർ റോങ്. അങ്ങനത്തെ ഒരു വണ്ടിയല്ല. ദിസ് ഈസ് വെരി ഹൈ റെവിങ്. എനിക്ക് തോന്നുന്നു പാസ് 9000 RPM റെവ് ചെയ്യുന്ന ആകെയുള്ളൊരു റോയൽ എൻഫീൽഡിൻ്റെ കാറിലെ എഞ്ചിൻ സീരീസ് 450 ഷർപ്പയാണ്. ബട്ട് ഇത് അവർ ലോ ആൻഡ് ടോർക്കിനും കൂടി വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹിമാലയം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഐ തിങ്ക് ഫൈനൽ ഡ്രൈവ് ചെറിയ വ്യത്യാസമുണ്ട്, സ്പ്രോക്കറ്റ് സൈസ് എന്തോ വ്യത്യാസമുണ്ട്. അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ സെയിം ട്യൂൺ തന്നെയാണ്. കാരണം ഇത് പറയാൻ കാരണം ഹിമാലയനും ഈ വണ്ടിയും ഒരേ സമയമാണ് ഡെവലപ്പ് ചെയ്തത്. അവർ ഹിമാലയൻ പോപ്പുലാരിറ്റി കാരണം ആദ്യം ലോഞ്ച് ചെയ്തു, പിന്നീടാണ് നമ്മുടെ ഗോർല ലോഞ്ച് ചെയ്തത്. 2 ഇയർ കഴിഞ്ഞിട്ടാണ് ഗോർല ലോഞ്ച് ചെയ്തത്. പിന്നെ പവർ ഫിഗേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 39 PS ആണ്, 39 bhp ആണ്, അറൗണ്ട് 14 PS, 8000 RPM. ആൻഡ് ഇംപ്രസീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോർക്കാണ്. 40 Nm ടോർക്ക് അറ്റ് വെറും 5500 RPM. അതിൽ അറൗണ്ട് ഒരു 50% ടോർക്ക് നമുക്ക് ബിലോ 4000 RPM തന്നെ കിട്ടി തുടങ്ങും.
സോ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് ഈവൻ ദോ ഇതൊരു ഹൈ റെപ്പിംഗ് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് വണ്ടിയാണെങ്കിലും ഇതിന് നല്ലൊരു ലോ ആൻഡ് ടോർക്ക് തരാൻ പറ്റിയത്. ഇതൊരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് വണ്ടിയല്ല എന്ന് പറയാൻ കാര്യം, കാരണം ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഒരു യൂത്ത്ഫുൾ ഉള്ള വണ്ടിയാണ്, കുറച്ചും കൂടി യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക, ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് മാത്രം എടുക്കുക. കാരണം ഗൊറില്ല എന്ന് പറയുന്നത് ഒരു അൺസ്ക്രിപ്റ്റഡ് വണ്ടിയാണ്, ഇതിനൊരു പ്രത്യേക ഒരു കാറ്റഗറിയിലേക്ക് എടുത്ത് ഇടാനായിട്ട് പറ്റില്ല, അതിനും ഒരുപാട് റീസൺസ് ഉണ്ട്. ഓക്കെ, പിന്നെ മീഡിയം സൈഡ് ആ ഒരു 11 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് കാണാം. ഈ ഒരു ടാങ്കിൻ്റെ കളർ ഉണ്ടല്ലോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ക്യാമറയുടെ കണ്ണൂർ അടിച്ചു പോകും, അത്രയ്ക്ക് ബ്രൈറ്റ് ആയിട്ടിരിക്കുകയാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. നമുക്ക് അറൗണ്ട് ഒരു 22 to 28 ആണ് ഇതിൻ്റെ ഒരു ആവറേജ് മൈലേജ് എന്ന് പറയുന്നത്. നിങ്ങൾ കൈ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്, കാരണം ഈ വണ്ടിക്ക് റൈഡ് ബൈ വയർ വരുന്നുണ്ട്. സോ നിങ്ങൾ അത്യാവശ്യം കൈ കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കുറയാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയാം 20 ബിലോ വരെ പോയിട്ടുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, വണ്ടിക്ക് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചൊക്കെ വരുന്നുണ്ട്, അതായത് നമുക്ക് റിയർ വീലിൽ ഹോപ്പിങ്ങോ ലോക്കിങ്ങോ ഒന്നും ആവില്ല. അണ്ടർ അഗ്രസീവ് ഡൗൺഷിപ്പ്. ക്ലച്ച് ഫുള്ളും അത്യാവശ്യം ലൈറ്ററാണ്. ഇൻ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് നിങ്ങൾ ഒരു യമഹയോ അല്ലെങ്കിൽ ബജാജ് ലെവലിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ബട്ട് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് നോക്കുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നല്ല ലൈറ്റാണ്. ഓക്കെ, പിന്നെ ബാക്കിൽ വരുവാണെങ്കിൽ നല്ല അടിപൊളി സ്വിംഗം കാണാം. സ്വിംഗം ആക്ച്വലി മൗണ്ട് ചെയ്തിരിക്കുന്നത് ഫ്രെയിമിൻ്റെ പുറത്താണ്. നമുക്ക് ഇതിന് ആക്ച്വലി ഒരു സ്റ്റീൽ ട്യൂബുലർ ഫ്രെയിമാണ് വരുന്നത്, നമ്മുടെ ഒരു പെരിമീറ്റർ ഫ്രെയിം എന്നൊക്കെ പറയില്ലേ അതുപോലെ. എഞ്ചിൻ ഒരു സ്ട്രെസ്ഡ് മെമ്പറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, എഞ്ചിൻ ഈ ഒരു ഫ്രെയിമിൻ്റെ ഭാഗമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ലോങ്ങർ വീൽ ബേസ് ആണ് കമ്പയർഡ് ടു എനി അതർ ഒരു 400cc. ഹിമാലയയിലും ഐ തിങ്ക് 20 mm വീൽ ബേസ് ഷോർട്ടറാണ്. ഇതിൻ്റെ ആക്ച്വലി അവർ റൈറ്റ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് വീൽ ബേസ് കൂടുതലാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പോർട്സ് ബൈക്കിൻ്റെ പോലത്തെ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ഹാൻഡ്ലിംഗ്, ഐ മീൻ സ്പോർട്ടി ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് കിട്ടും. അത് കൂടാണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും കിട്ടും, ലൈക്ക് ക്രൂസറോടൊരു സ്റ്റെബിലിറ്റിയും കിട്ടും. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ഹിമാലയൻ്റെ സെയിം എക്സോസ് കാണാനായിട്ട് പറ്റും. ഭയങ്കര ഒരു ഗ്രണ്ടിയർ ആയിട്ടുള്ള എക്സോസ് നോട്ടാണ്. നമ്മൾ ഐഡലിങ്ങിൽ തന്നെ ഭയങ്കര ചാടി നിൽക്കുന്ന ടൈപ്പിലുള്ള ഒരു ടോണാണ് ഈ ഒരു വണ്ടിക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. കണ്ടോ, ചാടിയാണ് നിൽക്കുന്നത്. ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു ഐഡലിംഗ് അല്ല വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം ഇങ്ങനെ കുടു നല്ല വിറച്ചുകൊണ്ടിരിക്കും വണ്ടി. ബട്ട് വൺസ് നിങ്ങളിത് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇത് കുറഞ്ഞ് അത്യാവശ്യം സിവിലൈസ്ഡ് ആവും. പിന്നെ വണ്ടിക്ക് നമുക്ക് സെൻട്രൽ സ്റ്റാൻഡിങ് ആറിലൊക്കെ വരുന്നുണ്ട്. ഇനി ഇപ്പോൾ കാണാം നമുക്ക് ബാക്കിൽ ഒരു സീറ്റ് കവർ കൊടുത്തിട്ടുണ്ട്, അത് പെയിൻറ്റഡ് ആണ്, അത് കൂടാണ്ട് തന്നെ റിമൂവബിൾ ആണ്. ഈ വണ്ടി നമുക്ക് സിംഗിൾ സീറ്റാണ് വരുന്നത്. ഒരുപാട് പേര് പോസ്റ്റൊക്കെ ഇട്ട് കണ്ടായിരുന്നു ഇത് റിമൂവബിൾ ആണെന്നൊക്കെ ചോദിച്ചിട്ട്. യെസ്, ഇത് റിമൂവബിൾ ആണ്. ഓക്കെ, സീറ്റ് ടൈലിംഗ് ആണെന്ന് വ്യത്യാസമില്ല, ഞാൻ പറഞ്ഞു ജോമെട്രി അല്ലെങ്കിൽ വ്യത്യാസമില്ല, പിന്നെ എഞ്ചിൻ വൈസ് ഒന്നും വ്യത്യാസമില്ല. ഇസ് മോറലെസ് സെയിം. ആകെ ഒരു എസ്തറ്റിക്കലി കുറച്ച് ഭാഗങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മോറലെസ് സെയിം. ഓക്കെ, പിന്നെ പിന്നിൽ വരികയാണെങ്കിൽ ഒരു മാസീവ് ആയിട്ടുള്ള 270 mm ഡിസ്ക് കാണാൻ പറ്റും. പേഡ് വിത്ത് ബൈബ്രയുടെ കാലിപ്പറാണ്. ഫ്രണ്ടിലും ബൈബ്രേ വരുന്നത്, ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് സിൻഡേഡ് ബ്രേക്ക് പാഡ്സാണ് വരുന്നത്. സോ ബ്രേക്ക് പാഡ്സൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അതുകൂടാണ്ട് തന്നെ ഇപ്പോൾ വീലിൽ കാണാൻ പറ്റും നമുക്കൊരു റിം സ്ട്രിപ്പ് കാലിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എയ്പെക്സിന് മാത്രമേ നമുക്ക് ഈ ഒരു പിൻ സ്ട്രിപ്പും കാലിലൊക്കെ വരുന്നുള്ളൂ. പിന്നിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോവയുടെ മോണോഷോക്കും വരുന്നുണ്ട്. അത് ഇരിക്കുന്ന നൈസാണ്, കുറച്ചും കൂടി ടിൽട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഡയറക്റ്റ് ഈ ഒരു ഫ്രെയിമിൽ മൗണ്ട് ചെയ്തേക്കാണ്. ഞാൻ പറഞ്ഞ പോലെ ബാക്കിൽ നമുക്ക് എപെക്സ് മോഡലിന് വേർഡ് സ്റ്റാൻഡിൻ്റെ സെഞ്ചുറോ ST തന്നെയാണ് വരുന്നത്. അടിപൊളി ടയറാണ് കേട്ടോ. ശരിക്കും മിഷലിൻ്റെ ഒരു പാറ്റേൺ പോലെ തന്നെയുണ്ട്. കുറച്ചും കൂടി റോഡ് ഗ്രിപ്പ് കോർണേഴ്സ് ഒക്കെ എടുക്കാനാണെങ്കിലും ഇതായിരിക്കും ബെറ്റർ. പിന്നെ ബാക്കിൽ വരുവാണെങ്കിൽ ആ ഒരു സെയിം ഹിമാലയയിൽ കണ്ടുവന്ന പോലത്തെ ആ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റർ ആണ് ടെയിൽ ലൈറ്റാണ് വരുന്നത്. ഇത് ആക്ച്വലി ഹിമാലയയിൽ വർക്കാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലഗേജ് ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും ടെയിൽ ലൈറ്റ് മൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അതിൽ വർക്കാവും. ബട്ട് ഇതിൽ വന്നതിൽ എനിക്കത്ര യോജിപ്പില്ല, കാരണം കുറച്ചിങ്ങനെ തള്ളിയിരിക്കുന്ന പോലെ ഉണ്ട്. ഒരുമാതിരി നമ്മൾ ഈ ഒരു റിയർ പാസഞ്ചർ ഫുഡ് പ്ലേസ് ഒന്ന് വൃത്തി വയ്ക്കില്ലേ, അപ്പോൾ അവർ ചാടിയിരിക്കില്ലേ, അതുപോലെ തോന്നുന്നുണ്ട്. വലിയ കലിപ്പില്ല, ബട്ട് അവർക്കൊരു ഡ്യൂക്ക് 200 പോലെ ഒരു ചെറിയ പീസ് കൂടെ വെച്ചായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവർ ടയറൊക്കെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നേ. ബട്ട് എനിവേ അവർ ഇതാണ് ചൂസ് ചെയ്തത്. പിന്നെ ബാക്കി ഇങ്ങനെ ഗിറിനൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡാമിയും ഗിർ ഒക്കെ പറയില്ല അതുപോലെ. പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അരികാട് കാണാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡിങ് കാറിലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റും വരുന്നുണ്ട്. ചെറിയൊരു മാറ്റമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപെക്സ് മോഡലിന് ശ്രദ്ധിക്കുക, എപെക്സ് വേരിയൻറ്റ് മാത്രം നമുക്ക് കുറച്ചും കൂടി ലോവേഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് വരുന്നത്. ഇത് അലുമിനിയമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു നടുക്കത്തെ പീസ് ഭയങ്കര വലുതാണ്, സൈഡിലേക്ക് പോകുന്നതോറും ചെറുതായി വരുവാണ്. സോ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്കാണ്. കാരണം ഞാൻ പറഞ്ഞു ഇത് 56 mm ലോവറുമാണ്, അത് കൂടാതെ തന്നെ 57 mm മുന്നിലേക്കുമാണ് പോയേക്കുന്നത്. സോ കുറച്ചും കൂടി ഒരു സ്ട്രെച്ച് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കും. ഇത് നോക്കി ഭയങ്കര ഒരു സ്ട്രെച്ചാണ് ഇപ്പോൾ കമ്പയർ ടു ഈ ഡാഷ് ഫ്ലാഷ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു സ്ട്രെച്ച് ഉണ്ട്, വിച്ച് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് കുറവാണ്, വെറും 780 mm സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടോ വണ്ടി പക്ക പ്ലാനറ്റ് ഫുട്ടാണ്. പിന്നെ സ്വിച്ച് കേസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഹോം ബട്ടൺ വരുന്നുണ്ട്, പിന്നെ ഹൈ ബീം ലോ ബീം, പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്, പിന്നെ ജോയ്സ്റ്റിക്ക്, ഈ ഒരു കൺസോൾ ടോഗിൾ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് എഞ്ചിൻ സ്വിച്ച് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഹസാർഡ്, ഇവിടെ ഒരു മോഡ് ബട്ടൺ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ടൈപ്പ് സിയുടെ ശ്രദ്ധിക്കുക, ടൈപ്പ് എ അല്ല ടൈപ്പ് സിയുടെ 20 വാട്ടിൻ്റെ ഒരു ചാർജറും വരുന്നുണ്ട്, വിച്ച് ഇസ് റിയലി നൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കയറിന്നിട്ടുള്ള വ്യൂ. കൺസോൾ ടോഗിളാണെങ്കിൽ 5 TFT വരുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. വലിയൊരു RPM മീറ്ററും കാലൊക്കെ ഉണ്ട്. നമുക്കിത് 2 മോഡ് ഇടാം, മിനിമൈസ് മോഡും ഉണ്ട്, ഒരു മോഡുണ്ട്. അതെങ്ങനെ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പിയറൻസിൽ പോവുക, ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, സിറ്റ് അല്ല സ്ക്രീൻ ടൈപ്പ് എടുക്കുക. ഇപ്പം അനലോഗ് അടക്കണേ, നമ്മൾ ഡിജിറ്റൽ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ. അതിനോ ചിലപ്പോൾ ക്യാമറ ഒന്ന് ഫ്ലിക്ക് ചെയ്യുന്നുണ്ടാവും, അത് സ്ക്രീനിൻ്റെ കുഴപ്പമില്ല കേട്ടോ, അത് FPS തമ്മിൽ മാച്ച് ആവാത്തതിൻ്റെയാണ്. സോ ഇങ്ങനെയാണ് വണ്ടിക്ക് 2 ഡിസ്പ്ലേ മോഡ് വരുന്നത്. കൂടാണ്ട് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു 2 റൈഡ് മോഡ് വരുന്നുണ്ട്. ഇവിടെ മാറ്റുന്ന വയ്ക്കി കഴിഞ്ഞാൽ കണ്ടോ, സ്പോർട്ട് മോഡും ഉണ്ട്, സ്ട്രീറ്റ് മോഡും ഉണ്ട്. 2 എണ്ണം നോക്കിയോ, എക്കോയും പെർഫോമൻസ് എടുത്ത് കളഞ്ഞിട്ടോ അവർ. ഇപ്പോൾ സ്ട്രീറ്റ് സ്പോർട്ട് എന്നായി. പിന്നെ ABS സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ. കണ്ടിട്ട് ഞാൻ നോക്കട്ടെ. ഞാൻ വണ്ടിയിൽ കയറി നിന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു വണ്ടിക്ക് സീറ്റേജ് ഒട്ടും വരുന്നില്ല, വെറും 50 mm മാത്രം. സീറ്റേജ് വളരെ കുറവാണ്. ഇതേ ഞാൻ കയറി നിന്ന് കാണിച്ചത്, ഇത് കണ്ടോ, ഇതാണ് വണ്ടിയിൽ കയറി നിന്നിട്ടുള്ളൊരു പ്ലാറ്റ്ഫുട്ടാണ്. പിന്നെ കാലെടുത്ത് വയ്ക്കുവാണെങ്കിൽ സ്ലൈറ്റ്ലി റിയർ സെറ്റ് എന്ന് പറയാനുള്ളൂ, ഒരുപാട് റിയർ സെറ്റൊന്നുമല്ല, സ്ലൈറ്റ്ലി പൊട്ടിക്ക് റിയർ സെറ്റാണ്. അതെടുത്ത് പറയണം, കാരണം ഞാൻ പറഞ്ഞു ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട്, അവർ കുറച്ചും കൂടി അഗ്രസീവ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് പാക്സ് അവർ അഡ്ജസ്റ്റ് ചെയ്തില്ല. സോ ഇതാണ് വണ്ടിയിൽ കയറി നിന്നിട്ടുള്ള വ്യൂ. ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഒന്ന് സ്പോർട്ടിയർ ആണ് കമ്പയർഡ് ടു ഡാഷ് ആൻഡ് ഫ്ലാഷ്, കാരണം ഹാൻഡിൽ കുറച്ച് ലോവേഡാണ്. സോ നമ്മൾ കയറി ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇനിയും ഇറങ്ങിയിരിക്കാം, എന്നിട്ട് ഇതൊക്കെ കുറച്ചും കൂടി ഒരു അറ്റാക്ക് മോഡിലേക്ക് ഇരിക്കാം. അറ്റാക്ക് മോഡിലേക്ക് ഇരിക്കാനായിട്ട് പറ്റും. അതെല്ലാം നിവർന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറിയിരിക്കുക, എന്നാലും സ്റ്റിൽ കൈ താഴേക്ക് പോകും. ഈ ഒരു കളർ പറഞ്ഞു കേട്ടോ, ഇറ്റ്സ് റിയലി അമേസിങ്. ഞാനിപ്പോൾ റോഡ് സൈഡിൽ നിർത്തിയിട്ടേക്കണേ, വഴി പോകണ എല്ലാവരും നോക്കുകയാണ്. അടിപൊളി കളറാണ്, ഒരു രക്ഷയില്ല. ഈ ഒരു സീറ്റ് കവറിൽ നമുക്ക് ഡാഷിന് ഫ്ലാഷിന് കയറ്റാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു നോക്കാം. പറ്റുമെങ്കിൽ തന്നെ നിങ്ങൾക്ക് 3 ഓപ്ഷനെ കിട്ടുള്ളൂ. ഈ റെഡ്, ബ്ലാക്ക്, ബ്ലാക്ക് അല്ല, അതൊരു ഗ്രേ സിൽവർ ഗോൾഡിഷ് കളറാണ്, അത് ഞാൻ വണ്ടി കാണിച്ചു തരാം. പിന്നെ ഗ്രീൻ. ഈ 3 കളറേ കിട്ടുള്ളൂ. നിങ്ങൾ റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ, കാരണം ഈസിലി ഫിറ്റ് ചെയ്യാൻ പറ്റും, കാരണം സീറ്റൊക്കെ സെയിം ആണ്. നമുക്കിത് കൂടാണ്ട് അഡീഷണൽ ടൂറിംഗ് സീറ്റ് കൊണ്ട് സീറ്റും കൂടി കിട്ടും. അതിങ്ങനെ റോയൽ എൻഫീൽഡിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ഈ വണ്ടി ഇതിന് മുന്നേ ഓടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് വൈബ് അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം, കാരണം കുറച്ചും കൂടി അഗ്രസീവാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. എൻ്റെ മോനെ, RC 390. അപ്പോൾ ഗൈസ് അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. വണ്ടി നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വൈദ്യുതിയുള്ള കൈസ മോട്ടോഴ്സ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫിനാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർ സെറ്റ് ചെയ്ത് തരും. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടി ഇപ്പോൾ നിലവിൽ ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്, ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ തന്നെ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മേടിക്കുക, കാരണം ഞാൻ പറഞ്ഞ മെക്കാനിക്കലി മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഡിസപ്പോയിൻമെൻറ്റ് ആണോ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഒരു തരത്തിൽ. കാരണം നമ്മൾ USD4 പ്രതീക്ഷിച്ചു, ട്രക്ഷൻ കൺട്രോൾ പ്രതീക്ഷിച്ചു, എസ്പെഷ്യലി ഇത്ര ലോ ഡൗൺ ടോർക്കുള്ള വണ്ടിയിൽ നിന്ന് ഒരു ട്രക്ഷൻ കൺട്രോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്, പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ എന്നാ പറയുക, കുറേ ഫീച്ചർ ഐ തിങ്ക് ഇപ്പോൾ നമുക്ക് റിയർ ABS ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, പ്രീവിയസ്ലി ഉണ്ടായിരുന്നു. പിന്നെ എന്നാ പറയുക, നമുക്ക് IMU സെൻസറോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതൊക്കെ പറയാൻ റീസൺ ഇതിൻ്റെ ഒരു പ്രൈസ് തന്നെയാണ്. അറൗണ്ട് 2.49 ലാക്കാണ് ഈ ഒരു വണ്ടിക്ക് എക്സ്ഷോറും വരുന്നത്. ഓൺ റോഡ് ഏകദേശം 3,22,000 രൂപ മുതലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൈസിന് ഇതൊക്കെ ആഗ്രഹിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ ഇത് ഞാൻ പറഞ്ഞു എങ്ങനെയുള്ളവർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കുറച്ചും കൂടി യങ്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 to 30 ഇൻ ബിറ്റ്വീൻ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടും കൊണ്ടുനടക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. അടിപൊളി വണ്ടിയാണ്, ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ളവർക്ക് നോക്കാം. അതല്ല നിങ്ങളൊരു ടിപ്പിക്കൽ ക്രൂസിങ് എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്താണ് വരുന്നെങ്കിൽ യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്, കാരണം ഷീ ഈസ് വെരി അഗ്രസീവ്. ഞാൻ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. നല്ല ഹാൻഡ്ലിംഗ് ആണ്, പറയണം. റോയൽ എൻഫീൽഡിൻ്റെ ബെസ്റ്റ് ഹാൻഡ്ലിംഗ് വണ്ടി നിലവിൽ ഇതാണ്, ഗോർല 450 ആണ്. ഒരുപാട് ഞാൻ പറഞ്ഞു റൈറ്റ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരുപാട് ഷാർപ്പറാണ്. നമ്മൾ എങ്ങോട്ട് പോകണം വണ്ടി അങ്ങോട്ട് പൊക്കോളും, അത്ര അഗ്രസീവ്, അത്ര ഈസിയറാണ് വണ്ടി. ഈവൻ ദോ 185 കിലോ ഉണ്ടെങ്കിൽ കൂടെ നമ്മളത് ഫീൽ ചെയ്യില്ല വൺസ് ഗെറ്റ് ഗോയിങ്. ബട്ട് യെസ്, ഇങ്ങനെ ഉള്ള സ്ഥലത്ത് ഉന്തിത്തള്ളി എടുക്കുമ്പോൾ ഒരു വെയിറ്റ് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത് വെയിറ്റിൻ്റെ അല്ല, അത് ഈ ഒരു വീൽ ബേസിൻ്റെയാണ്. ലോങ്ങർ വീൽ ബേസ് ഉള്ളത് തന്നെ ഒരു വെയിറ്റ് ചെറുതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാം. ഓക്കെ, സോ യാ അത്രയ്ക്ക് നമ്മൾ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.